والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا إلى حضرة حبيبنا وشفيعنا ومرشدنا ومنجينا وقرة أعيننا محمد المصطفى صلى الله عليه وسلم، وإلى حضرات أرواح آبائه وأمهاته وزوجاته وأزواجه الطاهرات أمهات المؤمنين، وإلى حضرات أهل الخير كلهم يا رب العالمين. لا سجما إلى حضرات علماء الموتى من جميعتنا يا رب العالمين. اللهم أمدنا بمددهم وانصرنا بنصرتهم واحمنا بمعياتهم يا رب العالمين. اللهم بارك لنا في أفعالنا وأقوالنا، وبارك لنا في حركاتنا وسكناتنا، وبارك لنا في تعلمنا وتعليمنا، وبارك لنا في اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم أصلحنا بما أصلحت بعبادك الصالحين. اللهم سلمنا وسلم أهلنا من آفات الدارين، وارزقنا وإياهم سعادات الدارين. اللهم إنا نسألك بجاههم أن تيسر كل عسيرنا، وأن تقضي كل حاجاتنا، وأن تشفي كل أمراضنا يا شافي الأمراض. اللهم اجعل نعمتنا دائمة، دولتنا قائمة، أولادنا صالحين يا رب العالمين. اللهم إنا نسألك علما وحلما وعقلا وعطفا كاملا، رب تمم بالخير والسعادة، وإلى حضرات من ماتوا من آبائنا وأمهاتنا وإخوتنا وأخواتنا يا أرحم الراحمين. اللهم اعتقنا واعتقهم من النار، وادخلنا وإياهم الجنة يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم، فلنا بمغفرتك وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله عليه وسلم. الحمد لله. നൂറ്റാണ്ടിൻ്റെ പ്രവ തലമുറകളിലേക്ക് എന്ന പ്രമേയിൽ നടക്കുന്ന ഫൽ യുബല്ലി 2K25 ആർട്സ് ഫെസ്റ്റിന് സ്വാഗതം അർപ്പിക്കാൻ വേണ്ടി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ലത്തീഫ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുള്ള അഭിവന്ദനായ പ്രിൻസിപ്പൽ ഉസ്താദ്, സ്ഥാപന ഭാരവാഹികൾ, പ്രധാനികളായ ഉസ്താദ്, അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അലവി ഹാജി, ജീവനാട് മാനേജർ സഖാഫി ഉസ്താദ്, അഷ്റഫ് സൈൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ നേതാക്കളെ, ദീർഘമായ വിശാലമായ ഒരു സ്വാഗത ഭാഷണം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ 2025 ഫെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പരിപാടികളൊക്കെ സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമുക്കും ഈ പരിപാടി സമാഗതമായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ശീർഷകം കൊടുത്തപ്പോൾ വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഫല്യുബല്ലിഗ് എന്ന ഒരു ശീർഷകത്തിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടിൻ്റെ പ്രഭ സമൂഹത്തിന് തലമുറക്ക് കൈമാറുന്ന സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന് അർഹരായ ആളുകളെ പടുത്തുയർത്തുക എന്നതാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ രീതികളുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി അവരിൽ ഒളിഞ്ഞുകിടക്കുന്ന മറഞ്ഞുകിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ മത്സരങ്ങളും പരിപാടികളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. വിദ്യാർത്ഥികളൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്താണ് ദീർഘമായ 2-3 മാസങ്ങളിലൊക്കെയാണ് സാധാരണ പരിപാടികളൊക്കെ നിശ്ചയിക്കാറുള്ളത്. എന്നാൽ വളരെ കുറഞ്ഞ ഡേറ്റിനിടയിലാണ് നമ്മുടെ ചില പരിപാടികൾ കാരണം നമുക്ക് തുടങ്ങാനും വൈകിപ്പോയി. എന്നാൽ നീട്ടിവെക്കാൻ കഴിയുമോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് ഒരാഴ്ചക്കപ്പുറം അല്ലെങ്കിൽ 2 ആഴ്ചക്കപ്പുറം എക്സാം കടന്നു വരുന്നത് അറിയില്ലേ, അതുകൊണ്ട് നീട്ടരുത് എന്നാണ് അവിടുന്ന് സന്ദേശം നൽകിയത്.
അതുകൊണ്ട് തന്നെയാണ് 28-29 ആദ്യം തീരുമാനിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഡേറ്റ് കൂടെ ഒന്നുകൂടെ പരിഗണിച്ച് ഒരല്പം മുന്നോട്ട് നീക്കി 29-30 ഈ ഡേറ്റുകളിൽ ഈ പരിപാടി ഇങ്ങനെ ആഘോഷിക്കാനുണ്ടായത്. ഏതായാലും കഠിനാധ്വാനം ചെയ്ത് ഇതിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത മാനസിക സന്തോഷം ഉണ്ടാവുകയാണ്. ഓരോ റിസൾട്ടുകൾ വരുമ്പോഴും അവരുടെ കഴിവുകളുടെ മികവുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയാണ്. അള്ളാഹു ഇതെല്ലാം പരിശുദ്ധ ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ അമുഖഭാഷണം നീട്ടുകയല്ല. ഈ ഇനാഗുലേഷൻ പരിപാടി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ അഭിവന്യരായ ഉസ്താദ്, നമുക്കെല്ലാമായ നമ്മുടെ ഈ കാര്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് തന്റെ സുഖജീവിതങ്ങളൊക്കെ മാറ്റിവെച്ച് ഓടി നടക്കുന്ന അഭിവന്യരായ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള, സുഹത്തുള്ള, സലാമത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അഅദാഉകളിൽ നിന്നും ശുറൂറുകളിൽ നിന്നും അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ, എല്ലാ നിലയിലും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക്. ഈ സംഗമത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട അലവി ഹാജി അവറുകളാണ്. ആദരവോടെ എല്ലാ നിലയിലും സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, സുഹത്ത് നൽകട്ടെ. അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സന്തോഷം നിറച്ചു കൊടുക്കട്ടെ. അതുപോലെ വാർദ്ധക്യ സഹജമായ ജീവിതത്തിൽ വിശ്രമിക്കേണ്ട സമയത്ത് ഈ പ്രദേശങ്ങളിലെ ദീനീ ചൈതന്യങ്ങൾക്ക് വേണ്ടി ഒരു യുവാവിനെ പോലെ ഓടി നടക്കുന്ന, ഏത് പ്രകടനം നടക്കുമ്പോഴും, ഏത് സംഗമം നടക്കുമ്പോഴും, ഏത് റേഞ്ച് പരിപാടി നടക്കുമ്പോഴും ഓടിയെത്തി എല്ലാമിലും ഇടപെടുന്ന അഭിവന്ദരായ മുഹമ്മദ് ആരിഫ് ഉസ്താദ് അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, സുഹത്ത് നൽകട്ടെ. ദീർഘായുസോടുകൂടിയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായി നമുക്ക് വേണ്ടി നമ്മുടെ ഒപ്പം നമ്മളിൽ ഒരാളായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ എല്ലാ കോണുകളിലും ചിന്തകളും ദർശനങ്ങളും എത്തിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന, എല്ലാം കണ്ടെത്താൻ നമ്മളെ കൂടെ നടക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ സഖാഫി ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, സുഹത്ത് നൽകട്ടെ. അതുപോലെ തന്നെ ഷർബസൈനി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, സഹപ്രവർത്തകരൊക്കെ ഒരു ദിവസങ്ങളോളമായി നമ്മളെ സംബന്ധിച്ച് അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ്. കാരണം എല്ലാ കാര്യങ്ങളും അവർ ഓടി നടന്നാണ്. ഈ ചെറിയ മക്കളായതുകൊണ്ട് എല്ലാ കാര്യത്തിനും മക്കളെ വിടാൻ കഴിയില്ല. എന്നാൽ അവരാണ് ഇതിന്റെ ഓരോ ഫ്ലക്സ് മുതൽ അതിന്റെ ഓരോ സാധനങ്ങളും ഏൽപ്പിക്കുന്നതിനും കൊണ്ടുവരുന്നതിനും വേണ്ടി ഓടി നടക്കുന്നത്. അള്ളാഹു എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊന്നുമക്കൾക്ക് ഒരുപാട് ഇൽമ നുകർന്നു നൽകുവാനും ഒരുപാട് കാലം ജീവിതം ആ നിലയിൽ നയിക്കുവാനും അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടിയിലൊക്കെ ആദ്യാന്ത്യം വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി വളണ്ടിയേഴ്സും മറ്റുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമക്കള്, അള്ളാഹുയുടെ എല്ലാ കഴിവുകളും വർദ്ധിപ്പിക്കട്ടെ. സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതിനൊക്കെ കാരണക്കാരായ നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഉദ്ഘാടന സെഷനിലേക്ക് സ്വാഗതം ചെയ്ത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിവന്ദരായ ഉസ്താദ് അവരുടെ ആദരവ് അധ്യക്ഷന് വേണ്ടി ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ, സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അലവി ഹാജി അവർകളെ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ഉസ്താദ് മുഹമ്മദ് ആരിമി, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് സുലൈമാൻ ലത്തീഫി, സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ മാനേജർ സലാം സഖാഫി, വേദിയിലെ ബഹുമാന്യനായ അഷ്റഫ് ഹുസൈനി, അതുപോലെ നമ്മുടെയൊക്കെ ഭാവി ഭാസുരമാക്കാൻ ഈ ഫെസ്റ്റിൻ്റെ കൂടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന
നമ്മുടെ ശരീഅത്ത് കോളേജിലെയും ഹിഫ്ലുൽ ഖുർആൻ കോളേജിലെയും ഒക്കെ ബഹുമാന്യരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫെസ്റ്റ് ഫൽയുബല്ലിഗ് എന്ന പേരിൽ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടന സെഷനിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടിൻ്റെ പ്രഭ തലമുറകളിലൂടെ എന്ന മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് നമ്മുടെ ഈ ഫെസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രമേയവും അതിൻ്റെ ലോഗോ ഫൽയുബല്ലിഗ് എന്ന പേരിൽ വളരെ അർത്ഥതലങ്ങളിലുള്ള മഹിതമായ സന്ദേശമാണ് അത് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഈ കലാസാഹിത്യ മത്സരം കൊണ്ടൊക്കെ പ്രഥമമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ലത്തീഫ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവിൻ്റെ ദീനിന്റെ മഹിതമായ സന്ദേശങ്ങൾ, നമ്മൾ പഠിച്ചെടുക്കുന്ന, നമ്മൾ അറിയുന്ന സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാധ്യമങ്ങൾ, പ്രസംഗം, എഴുത്ത്, ഗാനങ്ങൾ, ഇതൊക്കെ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഫൽയുബല്ലിഗ്, ഹജ്ജത്തുൽ വിദാഇൽ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു കാര്യമാണത്. ഈ സന്ദേശം കേട്ടവർ ഇതറിയാത്തവരിലേക്ക്, കേൾക്കാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക, അതിൻ്റെ പ്രബോധകരാവുക എന്നതാണ് ഇത്തരത്തിലുള്ള കലാസാഹിത്യ മത്സരത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന കഴിവിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയുള്ള ദഅവത്ത് കൊണ്ടാണല്ലോ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇസ്ലാം എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തുണ്ടായ ചില മതങ്ങൾ, രൂപപ്പെട്ട ചില മതങ്ങൾ, അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുകയാണ്. സിദ്ധാർത്ഥ ഗൗതമന്റെ ബുദ്ധമതവും, വർത്തമാന മഹാവീരന്റെ ജൈനമതവും, ഗുരുനാനാക്കിന്റെ സിഖ് മതവും ഒക്കെ ഇന്ത്യയിൽ ഉടലെടുത്ത, ഇന്ത്യയിൽ രൂപീകൃതമായ മതമാണ്. ആ ഇന്ത്യയുടെ 4 അതിർത്തികൾ കടന്ന് അപ്പുറത്തേക്ക് അത് എത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം ഫൽയുബല്ലിഗിഷ് ഷാഹിദിൽ ഗായിബ്, ഇത് കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന മുത്ത് റസൂലിന്റെ സന്ദേശമനുസരിച്ച് മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിലൂടെ യൂറോപ്പിലും, അഖ്നസ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിലൂടെ മധ്യേഷ്യയിലും, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിലൂടെ പശ്ചിമേഷ്യയിലും, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ കേരളത്തിൽ, അങ്ങനെ ഇന്ത്യയിലും ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പടർന്ന് പന്തലിക്കുകയായിരുന്നു. അപ്പൊ ഈ ദഅവത്തിന് ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ രീതികൾ സ്വീകരിക്കണം. നമ്മുടെ കലാസാഹിത്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മുടെ കഴിവുകൾ ഏറ്റവും മനോഹരമായി, ഏറ്റവും നന്നായി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അല്ലാഹു എന്നാണ്. ഈ പ്രപഞ്ചത്തെ എത്രമേൽ വ്യവസ്ഥാപിതമായി മനോഹരമായാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചിട്ടുള്ളത്. അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ സന്ദേശവും ഈ പ്രപഞ്ചം തന്നെയാണ്. ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം കലാവൈഭവത്തോടു കൂടെയാണ് അല്ലാഹു ഇതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. സാഹിത്യത്തിന്റെ കാര്യത്തിലും അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ, കാരുണ്യവാനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നത് അവൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. വഅല്ലമഹുൽ ബയാൻ, ആ മനുഷ്യന് സാഹിത്യം പഠിപ്പിച്ചു കൊടുത്തു. ഇന്നലിൽ ബയാനി ലസിഹ്റ, ഈ സാഹിത്യത്തിൽ വല്ലാത്ത ഒരു മാസ്മരികതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ പാട്ടുകൾ, മറ്റുള്ള കലകൾ, നമ്മുടെ സാഹിത്യങ്ങൾ, അതൊക്കെ ആ നിലയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ധൈര്യം പകരുന്ന വിധത്തിൽ നമ്മൾ അഭ്യസിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തറസൂലിന് പ്രത്യേകമായി പ്രഭാഷകരുണ്ടായിരുന്നു. അമ്പിയാക്കളെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ശുഐബ് നബിയെ കുറിച്ച് പറയുമ്പോൾ മുത്തറസൂൽ പറയുമായിരുന്നു, ഖതീബുൽ അംബിയാ, അത് അമ്പിയാക്കളിലെ പ്രഭാഷകനാണ്.
നബി തങ്ങളെ സദസ്സിൽ വെച്ച് തന്നെ മനോഹരമായി സഹാബികൾ പാടുമായിരുന്നല്ലോ. فينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات إنما قال واقع. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസാണത്. അത് ബൈത്താണെങ്കിലും ഹദീസിന്റെ കൂലിയാണത് ചൊല്ലിയാൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കുറിച്ച് മനോഹരമായി അങ്ങനെ പാടും. അപ്പോൾ റസൂലുള്ളാഹി പറയും, ഇന്ന അഹാക്കും ലാ യഖൂലു റഫസ, നിങ്ങളുടെ ഈ സഹോദരൻ എന്തെങ്കിലും തോന്നിവാസം പറയുന്ന ആളല്ല, അർത്ഥമില്ലാത്തത് പറയുന്ന ആളല്ല. നബിയെ വാഴ്ത്തിപ്പാടുമ്പോൾ അപ്പം അതിനെയൊക്കെ മുത്ത് റസൂല് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിനുപകരിക്കുന്ന ആഖിറത്തിൽ ഉപകരിക്കുന്ന കലകൾ, സാഹിത്യങ്ങൾ, അതേയൊക്കെ ഇസ്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ 5 ഗ്രൂപ്പുകളിലായി നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അതിശക്തമായ പോരാട്ടം തുടരുകയാണ്. ഒട്ടും വീര്യം ചോർന്നു പോകാതെ നമ്മുടെ ഗ്രൂപ്പ് തന്നെ വിജയിക്കണമെന്ന നിറഞ്ഞ വാശിയോടുകൂടെ ഈ മത്സര പരിപാടിയിൽ നിതാന്ത ജാഗ്രതയോടുകൂടെ നമ്മളെല്ലാവരും ഗൗരവമായി ഇടപെടണം. നമ്മളെല്ലാവരും അതിൻ്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. ഇതിനൊക്കെ വേണ്ടി അധ്വാനിക്കുന്ന, ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അള്ളാഹു ദുന്യവിയും മുഹ്റവിയുമായ എല്ലാ വിജയവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഉസ്താദ് അവരുടെ ആദരവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സാജന റാമി ഉസ്താദ് അവരുടെ, വൈസ് പ്രിൻസിപ്പൽ സുലൈമാൻ ലത്തീഫ് ഉസ്താദ്, അസ്റഫ് സൈനി ഉസ്താദ്, ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അലവി ഹാജി, സലാം സഖാഫി, മറ്റ് സദസ്സിലുള്ള വിദ്യാർത്ഥികളെ, മുതല്ലിം സുഹൃത്തുക്കളെ, ഈ സമയത്ത് വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഞാനിവിടെ ഏകദേശം 3/4 മണിക്കൂർ നേരമായി വന്നിട്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, വളരെ റാഹത്തുണ്ട്. നമ്മളൊക്കെ മുത്തല്ലിമായി പഠിച്ച കാലത്ത് ഇങ്ങനെ സംഭവമൊന്നുമില്ല. ഈ മുസാബക്ക അതേപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ഏറെ വന്നാൽ 2ാം ദർസിൽ ഒരു സാരി സമാജം ഉണ്ടാവും. അതിനെ വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട, അന്നേരക്കാണ് പോവാറുള്ളത്. ഈ കാലഘട്ടത്തിൽ ദീനി ദഅവത്ത് നടത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നാം പറയുന്ന കാര്യങ്ങൾ നമ്മെക്കാളും അറിവുള്ള ആൾക്ക് സാഹസുണ്ടായിരിക്കാം, നമ്മെക്കാളും പ്രസംഗിക്കുന്ന ആളെക്കാളും കഴിവും പ്രാപ്തിയുമുള്ള ആളുകളായിരിക്കും സാഹസുണ്ടായിരിക്കുക. ഇപ്പം എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ ജനങ്ങളൊന്നും വിശ്വസിക്കില്ല, ജനങ്ങൾ ഗ്രഹിക്കുകയില്ല. ഖുർആനും ദീനൊന്നും കാലോചിതമായി മാറൂലെങ്കിലും ശൈലികൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങളും അത് മാറൂല. പക്ഷെ അവതരിപ്പിക്കുന്ന ശൈലി അതാത് കാലഘട്ടത്തനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മുമ്പുള്ള പോലത്തെ വേറൊന്നല്ലല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ കഴിവ്, ഇത്തരം കാര്യങ്ങൾ കൂടെ കഴിവ് തെളിയിച്ച് പഠിച്ച് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്താൻ പറ്റാവുന്ന യോഗ്യനായ മക്കളെ ഉണ്ടാക്കുക എന്നതാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് ഏതൊരു സദസ്സിലും പഠിച്ച കാര്യങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങളെ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കൽ അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് ഇത്തരം കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ നിലക്കുമുള്ള
റാഹത്തും സന്തോഷം നൽകുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ദഅവത്ത് നടത്താൻ തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിക്ക് എല്ലാ നിലക്കുള്ള ആശംസ അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയുടെ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി അഭിമന്യരായ ജനറൽ സെക്രട്ടറി അലവി ഹാജി അവരുടെ ആദരവോടും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മളെ ഈ കോളേജിയുടെ പ്രിൻസിപ്പാളും വർക്കിംഗ് പ്രസിഡൻറ്റുമായ ഷാജഹാൻ റഹ്മാൻ ഉസ്താദ് അവറുകളെ, അതുപോലെ ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാൾ ലത്തീഫ് ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, മുഹമ്മദ് ആരിമി, വേദിയിലുള്ള മറ്റു പ്രധാന വ്യക്തികളെ, ഈ കോളേജിൻ്റെ മാനേജറായ ബഹുമാനപ്പെട്ട സലാം സക്കാഫി ഉസ്താദ്, ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വാഗത പ്രസംഗത്തിൽ കൂടിയും അതുപോലെ റഹ്മാൻ ഉസ്താദ്, മുഹമ്മദ് ആരിമി ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കഴിവ് നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ അത് മാറ്റിവരിച്ചുകൊണ്ട് അത് വിജയിച്ചെടുക്കുക, അതിന് പ്രാപ്തരാകുക, അല്ലെങ്കിൽ നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുഹമ്മദ് ആരിമി പറഞ്ഞതുപോലെ ഞാനൊക്കെ ദർസിൽ ഓതിയിരുന്ന കാലത്ത് എൻ്റെ ഉസ്താദ് വലിയ ഒരു ഉസ്താദായിരുന്നു മുദർമത്തുൽ അബൂബക്കർ മുസ്ലിയാർ. അന്ന് രണ്ടാം ദർസിൽ ചെറിയൊരു സാഹിത്യ സമാജം ഉണ്ടാവും. അതിൽ തന്നെ പ്രസംഗിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ അവസരം വരുമ്പോൾ ഞാൻ ബാത്റൂമിലൊക്കെ പോയിരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ മുന്നിൽ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട പ്രസംഗങ്ങളും പാട്ടുകളൊക്കെ ഉസ്താദുമാർ നൽകിക്കൊണ്ട് നിങ്ങളെ സ്റ്റേജിലേക്ക് അണിഞ്ചൊരുക്കി നിങ്ങൾ അതിനു വേണ്ടി പ്രാപ്തരാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിലെല്ലാം നമുക്ക് എന്താണോ നമുക്ക് എല്ലാവരും ഒരേ മാതിരി എല്ലാ കഴിവുകളും ഒരാൾക്ക് ഉണ്ടാവുകയില്ല. ചില കുട്ടികൾക്ക് വലിയ പ്രാസംഗിക അല്ലെങ്കിൽ പ്രസംഗിക്കുവാനുള്ള കഴിവായിക്കാനുണ്ടായിരിക്കുക. അതുപോലെ പാട്ട് പാടിക്കൊണ്ടും പ്രബോധനങ്ങളെ മറ്റും എഴുതിക്കൊണ്ടും എഴുത്തിലും ഏതെല്ലാം രീതിയിലാണോ നമ്മളെ കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നാം എല്ലാവരും കുട്ടികളോട് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രാപ്തരാകണം. ഇങ്ങനത്തെ വേദികളിൽ നിന്ന് ഒരിക്കലും നാം ഒഴിഞ്ഞു മാറരുത്. അതിനുവേണ്ടി പ്രാപ്തരാകുവാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിക്കേണ്ടതുണ്ട്. സെഷൻ നീട്ടുന്നതിലുള്ള പ്രയാസം, നമ്മുടെ ടൈം 10:30 അടുത്ത ടൈമാണ്. അതുകൊണ്ട് കൃത്യമായി നാളെ രാത്രി വരെയുള്ള ഷെഡ്യൂളുകളൊക്കെ കൃത്യമായി അളന്ന് മുറിച്ച് നിസ്കാരവും ഭക്ഷണവും ഉൾപ്പെടെ ടൈം ടേബിൾ പെടുത്തിയിട്ടാണ് ഈ പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആകയാൽ നീട്ടുന്നതിൽ പ്രയാസമുണ്ട്. മാത്രമല്ല നേതാക്കൾക്കൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ടെന്ന് അറിയിച്ചു. അതുകൊണ്ട് ഈ സദസ്സിന് നന്ദി ആശംസിക്കുന്നതിന് വേണ്ടി ഉബൈദ് ഫൈൽ ഉസ്താദ് അവരുടെ ആദരവോടെ ക്ഷണിച്ചു നിർത്താൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ നമ്മുടെ ഈ ഫൽ യുബല്ലി 2K25 ആർട്സ് ഫെസ്റ്റ് വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ഒരു ഇനാഗറേഷൻ സെക്ഷനിൽ നമ്മുടെ അതിഥിയായിട്ട് വന്ന റഹ്മാൻ ഉസ്താദിനും അതുപോലെ തന്നെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ലത്തീഫ് ഉസ്താദ്, അതുപോലെ തന്നെ മറ്റു നമ്മുടെ മാനേജ്മെന്റ്, മറ്റു ഉസ്താദുമാർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഈ ഒരു വേദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് 3 സലാത്തോടു കൂടി പിരിച്ചുവിടുന്നു.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. വേദി 1-ൽ സീനിയർ വിഭാഗം അറബി ഗാന മത്സരം നടക്കുന്നു. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലോട്ട് സ്വീകരിക്കേണ്ടതാണ്. വേദി 1-ൽ സീനിയർ വിഭാഗം അറബി ഗാന മത്സരം